പ്രിപ്പോസിഷൻ യൂസേജ് നോക്കാം. നമുക്ക് ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് പ്രിപ്പോസിഷൻ യൂസേജ് ഓഫ് ഇൻ, ഓൺ, അറ്റ്. ആദ്യം തന്നെ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഏതൊക്കെ ടൈമിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ വീക്കെൻഡിൽ പോയി എന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ പറയേണ്ടത് ഓൺ ഉപയോഗിച്ചാണ്. ഓൺ ദ വീക്കെൻഡ് എന്നാണ് പറയുക. അതുപോലെ ദിവസങ്ങൾ സൺഡേ, മൺഡേ, ഫ്രൈഡേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഓൺ ഫ്രൈഡേ, ഓൺ സൺഡേ. അപ്പോൾ ഓൺ എന്ന പ്രൊപ്പോസിഷൻ നമുക്ക് ഡേയ്സിൻ്റെ പിറകിൽ ഉപയോഗിക്കണം. ഡേറ്റ് നമ്മൾ മാസം പറയുമല്ലോ, ഇന്ന മാസത്തിൽ ഇന്ന ഡേറ്റ്, ഏപ്രിൽ 1 അല്ലെങ്കിൽ ജൂൺ 2 അങ്ങനെയൊക്കെ പറയുമ്പോഴും ഓൺ ഏപ്രിൽ 1, ഓൺ ജൂൺ 2 അങ്ങനെയാണ് കേട്ടോ പറയുക. ഇനി ഓൺ ഏതൊക്കെ ഡേ വരുമ്പോഴാണ് ഉപയോഗിക്കാൻ നോക്കാം. അതുപോലെ സ്പെഷ്യൽ ഡേ, അതായത് ബർത്ത്ഡേ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ബർത്ത്ഡേ ഡേറ്റ് ഓൺ വെച്ചിട്ടാണ് പറയേണ്ടത്. ഡേയ്സും പാർട്ട് ഓഫ് ഡേയും, അതായത് ഒരു ദിവസവും ആ ദിവസത്തിലൊരു ഭാഗവും. ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഉച്ച, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം, അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഓൺ മൺഡേ മോർണിംഗ്, ഓൺ ഫ്രൈഡേ മോർണിംഗ്, അങ്ങനെ ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം. ഹോളിഡേയ്സ് വിത്ത് ഡേ, ഡേ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഹോളിഡേയ്സ് പറയുന്നത്. അതായത് ക്രിസ്മസ് ഡേ, ഈസ്റ്റർ ഡേ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓൺ ക്രിസ്മസ് ഡേ അല്ലെങ്കിൽ ഓൺ ഈസ്റ്റർ ഡേ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഡേ എന്ന വാക്ക് ഉപയോഗിക്കാതെയാണെങ്കിൽ നമുക്ക് പ്രിപ്പോസിഷൻ വേറെ ഉപയോഗിക്കേണ്ടത്, അത് വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രിപ്പോസിഷൻ ഇൻ യൂസേജ് നോക്കാം. ഇന്നാണ് കൂട്ടത്തിലെ ഒരു വലിയ ആൾ, ബിഗ്ഗറാണ് ഇൻ. അതൊരു കൂട്ടത്തിലെ കാരണവർ എന്ന് പറയാം. കാരണം വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻ ഉപയോഗിക്കുക. നൂറ്റാണ്ടുകളിലുള്ള കഥകളൊക്കെ പറയുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യുക. അതായത് സെഞ്ച്വറീസ്, ഇൻ ദ 1900s, ഇൻ ദ 1400s. ഇനി ഇയേഴ്സ് പറയുമ്പോൾ, അതായത് വർഷങ്ങൾ കറക്റ്റായിട്ട് 2020, 2024 എന്നൊക്കെ വർഷങ്ങളാണ്, ഇയേഴ്സാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇൻ 2024, ഇൻ 2020 ഇൻ എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഡേയ്സ് ഒന്നും യൂസ് ചെയ്യാതെ മന്ത്സ് മാത്രം പറയാണ്, മാസങ്ങൾ മാത്രം. അതിൽ ദിവസം, പ്രത്യേക ദിവസമൊന്നും പറയാതെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജൂലൈയിൽ, ആഗസ്റ്റിൽ ഇൻ ജൂലൈ, ഇൻ ഓഗസ്റ്റ്. മന്ത്സിൻ്റെ കൂടെ നമ്മൾ ഇൻ വെച്ചിട്ടാണ് പറയേണ്ടത്. ഇനി നമ്മൾ വീക്സിൻ്റെ കൂടെ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് സ്കൂൾ 2 ആഴ്ചക്കുള്ളിൽ തുറക്കും എന്ന് പറയില്ലേ, സ്കൂൾ 2 ആഴ്ചക്കുള്ളിൽ തുറക്കും. അപ്പോൾ സ്കൂൾ വിൽ ഓപ്പൺ ഇൻ 2 weeks, അവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ 2 weeks, ഇൻ 6 weeks അങ്ങനെ കേട്ടോ. നമ്മൾ കേൾക്കില്ലേ 40കളിൽ 30കളിൽ എന്നൊക്കെ കേൾക്കില്ലേ, അതിന് പറയാം ഡിക്കേഡ്സ് എന്നാണ്. അതും നമ്മൾ ഇൻ വെച്ചിട്ടാണ് പറയുക, ഇൻ 80s. അതുപോലെ നമ്മൾ സീസൺസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്പ്രിങ്, സമ്മർ അങ്ങനെ സീസൺസ് ഉണ്ടല്ലോ, അതിൻ്റെ പിറകിൽ നമ്മൾ ഇൻ യൂസ് ചെയ്യണം കേട്ടോ. ഇൻ സ്പ്രിങ്, ഇൻ സമ്മർ അങ്ങനെ പറയും. പിന്നെ പീരീഡ് ഓഫ് ടൈം, നമ്മളെ ഭാവി, ഭൂതം അങ്ങനെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പിറകിൽ നമ്മൾ ഇൻ യൂസ് ചെയ്യണം. ഇൻ ദി ഫ്യൂച്ചർ, ഇൻ ദി പ്രസൻസ് അങ്ങനെയാണ് പറയുക. ഹോളിഡേയ്സ് ആണെങ്കിൽ നമ്മൾ ഇൻ യൂസ് ചെയ്യണം. ഇൻ ദ ഓണം വെക്കേഷൻ, നമ്മൾ ഓണം വെക്കേഷൻ എന്നൊക്കെ പറയാം. അവരിൽ ഡേയ്സ് ഒന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇൻ യൂസ് ചെയ്യണം. പാർട്സ് ഓഫ് ദ ഡേയിലും ഇൻ യൂസ് ചെയ്യണം. അതായത് രാവിലെ, വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ ദി മോർണിംഗ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉച്ച, രാത്രിയൊക്കെ പാർട്സ് ഓഫ് ദ ഡേ തന്നെയല്ലേ, പക്ഷേ അതിൻ്റെ പ്രിപ്പോസിഷൻ വേറെ കേട്ടോ, അത് പറയുന്നുണ്ട്. ഇനി പ്രിപ്പോസിഷൻ അറ്റ് യൂസേജ് നോക്കാം. നമ്മുടെ അറ്റ് എന്ന് വെച്ചാൽ കൂട്ടത്തിലെ ചെറിയ ആളാണ് കേട്ടോ, ഒരു ഇളയ സഹോദരനാണ് അറ്റ്. സ്പെസിഫിക് ടൈം പറയുകയാണെങ്കിൽ അറ്റ് ഉപയോഗിക്കണം. അറ്റ് 6 o'clock, അറ്റ് 5 o'clock. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock. നമ്മൾ ഡെയിലി കേൾക്കുന്നൊരു സെൻറ്റൻസ് ആണല്ലേ. ഇനി പാർട്സ് ഓഫ് ദി ഡേ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻ ദി മോർണിംഗ്, ഇൻ ദി ഈവനിങ് എന്നാണല്ലോ പറഞ്ഞത്, പക്ഷേ ഉച്ച, രാത്രി എന്നുള്ളതിന് നമ്മൾ പറഞ്ഞിട്ടില്ല. നൂണിനും മിഡ് നൈറ്റിനും അറ്റാണ് യൂസ് ചെയ്യുക. ഹോളിഡേയ്സ് വിത്തൗട്ട് ഡേ, ഡേ ചേർക്കാതെ നമ്മൾ ഒരു അവധിക്കാലത്ത് പറയാണ്. എക്സാമ്പിൾ അറ്റ് ക്രിസ്മസ്. അപ്പോൾ പ്രിപ്പോസിഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.